സോ നമുക്ക് നെക്സ്റ്റ് ടർബൈൻ നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചാൽ കെപ്ലാൻ ടർബൈനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത പോലെ പെൽട്ടൺ നമ്മുടെ വർക്കിംഗ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഫ്രാൻസിസ്. അപ്പോൾ കെപ്ലാൻ്റെ പെൽട്ടൻ്റെ പ്രത്യേകം നമ്മൾ പറയുന്നത് വെച്ചാൽ അത് ഇൻപസ് ടർബൈനാണ്. ഈ കെപ്ലാനും ഫ്രാൻസിസും എന്ന കാറ്റഗറി മീൻസ് എന്ന് വെച്ചാൽ റിയാക്ഷൻ ടർബൈനിലാണ് ഈ കെപ്ലാനും ഫ്രാൻസിസും വരുന്നത്. നമ്മൾ ഫ്രാൻസിസിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് മിക്സ്ഡ് ഫ്ലോയാണ്, ബോത്ത് ആക്സിയൽ ആൻഡ് റേഡിയൽ ഫ്ലോ. അത് രണ്ടും ഏതിലുണ്ടാകുന്നുണ്ട്, അത് രണ്ടും ഫ്രാൻസിസ് ടർബൈനുണ്ട്. നമ്മൾ കെപ്ലാൻ ടർബൈൻ കൺസിഡർ ചെയ്യുമ്പോൾ കെപ്ലാൻ ടർബൈൻ പ്യൂർലി എന്താണ്, ആക്സിയൽ ഫ്ലോ ആണ്. അപ്പോൾ പ്യൂർലി ആക്സിയൽ ഫ്ലോ വരുന്ന ഒരേ ടർബൈൻ എന്ന് വെച്ചാൽ അത് ഏതാണ്, കെപ്ലാൻ ടർബൈനാണ്. നമ്മൾ ഇംപൾസ് നോക്കുമ്പോൾ അതൊക്കെ പെൽട്ടണൊക്കെ എന്താണ്, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈനാണ്. അതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയേക്കെന്ന് വെച്ചാൽ കെപ്ലാൻ ടർബൈൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്ഷണൽ വ്യൂ പടം, ഫിഗർ, അതിൻ്റെ ടോപ്പ് വ്യൂ, ക്രോസ് സെക്ഷൻ, ഇതിനെ ക്രോസ് ചെയ്ത് സെക്ഷൻ വ്യൂ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു എലമെൻറ്റ് പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, കെപ്ലാൻ ടർബൈൻ ഏത് ടൈപ്പ് ടർബൈനാണ്, വിച്ച് ഈസ് ആൻ ഏത് ടൈപ്പാണ്, ഇതിൻ്റെ എക്സാമ്പിൾ ഓഫ് ആക്സിയൽ ഫ്ലോ. ആക്സിയൽ ഫ്ലോ ടർബൈൻ എക്സാമ്പിളാണ് ഏത്, നമ്മളീ പറയുന്ന കെപ്ലാൻ ടർബൈൻ. ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഈ ഫ്രാൻസിസുമായിട്ട് നിയർലി സെയിം ആണ്, ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയട്ടെ എന്താണെന്ന് ബേസിക്കലി എന്ന് വെച്ചാൽ ഈ കെപ്ലാൻ ടർബൈൻ്റെ വേറൊരു പേരാണ് പ്രൊപ്പലർ ടൈപ്പ് ടർബൈൻ എന്ന് പറയും. പ്രൊപ്പലർ ടൈപ്പ് റിയാക്ഷൻ ടർബൈൻ. അപ്പോൾ പ്രൊപ്പലർ എന്ന് നമുക്ക് ജനറലി പറയുന്നതാണ്. അപ്പോൾ എക്സാക്ട്ലി പ്രൊപ്പലർ ടൈപ്പ് ടർബൈൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പറയാം. കെപ്ലാൻ ടർബൈനുമായിട്ട് പ്രൊപ്പലർ ടൈപ്പ് ടർബൈനുള്ള ഒരു വ്യത്യാസം. എന്നാലും നമ്മൾ ജനറലി ഇതിനെ കെപ്ലാൻ ടർബൈന് വേറൊരു പേര് പറഞ്ഞു വെച്ചാൽ പ്രൊപ്പലർ ടൈപ്പ് റിയാക്ഷൻ ടർബൈൻ നമ്മൾ യൂഷ്വലി പറയാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബേസിക് ഫീച്ചറാണ് ഞാനിവിടെ വരച്ച് വെച്ചേക്കുന്നത്. നോക്കുക, നേരത്തെ പോലെ തന്നെ അതിൻ്റെ സ്ക്രോൾ കേസിംഗ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റോക്കിൽ നിന്ന് നേരെ വന്ന് കയറുന്ന ഈ സ്ക്രോൾ കേസിംഗിൽ നിന്നാണ്. ഓക്കെ, സ്ക്രോൾ കേസിംഗ് കയറിയിട്ടാണ് പിന്നെ നമുക്ക് ഫ്ലോയിൽ നമ്മുടെ റണ്ണറിലും മറ്റേ വെയിൻസിലും ഒക്കെ ഇടിച്ച് ഫ്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ആ സിംഗിൾ ഷാഫ്റ്റ് അറ്റാച്ച് ചെയ്ത റൊട്ടേറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. ഇവിടെ നോക്കുക, ഒരു സെൻട്രൽ ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റ് എന്താണ്, ഷാഫ്റ്റിൻ്റെ പൊസിഷൻ വെർട്ടിക്കലാണ്. ഓക്കെ, ഈ വെർട്ടിക്കൽ പൊസിഷൻ ഷാഫ്റ്റിൻ്റെ എഡ്ജിലായിട്ട് ടോപ്പിലായിട്ട് നമ്മൾ എന്തോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു റണ്ണർ വെച്ചിട്ടുണ്ട്. റണ്ണർ വിത്ത് റണ്ണർ ബ്ലേഡ്സാണ്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ജനറലി റണ്ണർ എന്നാണ് വരുന്നത്, റണ്ണർ വിത്ത് ബ്ലേഡ്സ്. അപ്പോൾ ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ ഒരു ഹബ്ബ്, ഒരു ഉരുണ്ട ജോമെട്രി പോലുള്ള ഒരു പാറ്റേൺ കാണാം. അതിനെ പറഞ്ഞ വരാണ് നമ്മൾ ഹബ്ബ് ഓർ പോസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പെരിഫറിയിലായിട്ടാണ് നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, 4 or 5 റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യും, ഈ റണ്ണറിൻ്റെ ബ്ലേഡ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കാണും. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ഒക്കെ പ്രൊപ്പലർ ഇത് കാണുമല്ലോ ബാക്കിൽ, അതിന് ഗൈഡ് ചെയ്യുന്ന പ്രൊപ്പലർ, അതിൻ്റെ ബ്ലേഡ്സ് അതേപോലെ നിയർലി ആ ഒരു ഫോം പാറ്റേണിലാണ് എന്തിരിക്കുന്നത്, ഇതിലെ ഹബ്ബിൽ ആ റണ്ണർ ബ്ലേഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു സിംഗിൾ പീസ് റണ്ണറാണ്, സിംഗിൾ പീസ് അല്ല, ഒരു ടർബൈനിൽ വെച്ച റണ്ണറും വിത്ത് റണ്ണർ ബ്ലേഡ്സും ആണ് ഞാൻ പ്രത്യേകം എടുത്ത് വരച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷാർപ്പ് പോയിൻ്റാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ്ഡ് ആ ഒരു ജോമെട്രി പറയുന്ന പേരാണ് ഹബ്ബ് ഓർ അതിനെ പറയുന്ന ബോസ്. അതിലാണ് ഈ റണ്ണർ ബ്ലേഡ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഈ സെൻട്രൽ ഷാഫ്റ്റിനോട് അറ്റാച്ച് ചെയ്താണ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് ചുറ്റുമാണ് ഇതിലൂടെയാണ് വാട്ടർ ഫ്ലോ. നിങ്ങൾക്കറിയാം, ഇങ്ങനെ കറങ്ങി വന്നിട്ട് നേരെ വന്ന് ഇതിലിടിച്ച് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പ് ഞാൻ വരച്ചിട്ടുണ്ട് കണ്ടോ. പെൻസ്റ്റോക്ക് നേരെ വാട്ടർ ഫ്ലോ വരുന്നു, വാട്ടർ നേരെ വന്ന് കയറി ഇതിനെ സ്ക്രോൾ കേസും കൂടെ കറങ്ങിയിട്ട് ഗേഡ് വെൻസ് ഉള്ളിലോട്ട് കയറി നേരെ ഇതിലോട്ട് ഇടിക്കുന്നത്. നേരെ വന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഏതാണ്ട് എഴുതിയേക്കുന്നുണ്ടോ, നേരെ വന്ന് ഇതിലോട്ട് കയറും. നമ്മൾ ഈ നേരത്തെ വരച്ച ഈ പറയുന്ന റണ്ണർ ബ്ലേഡ്സ് ഇതിന് ഇടിച്ച്, അപ്പോൾ ആ ഇടിവിൽ റണ്ണർ ബ്ലേഡ്സ് വിത്ത് ഹബ്ബ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കും. അതാണ് ഇതിൻ്റെ യൂഷ്വലി വർക്കിങ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാണി 1, 2, 3, 4 കണ്ട് ഈ വരച്ചേക്കുന്നില്ലേ, ഇവിടെ ഞാൻ ഈ വരച്ചേക്കുന്നത് 1, 2 അണ്ടിന്നാണ്, ഇവിടെ ഡോട്ട് ഇട്ടേക്കുന്നത്. ഈ കാണിച്ചേക്കുന്നത് ഇത്രയും പോർഷനാണ്, ഇത്ര 1, 2, 3, 4 ഈ 4 എണ്ണം റണ്ണർ ബ്ലേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂയിലാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇത് ജസ്റ്റ് റഫ് സ്കെച്ചാണ് ഈ വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗൈഡ് വെൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് എൻ്റർ ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി, എത്ര എമൗണ്ട് ക്വാണ്ടിറ്റി വേണമെന്നുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നേരെ ചെന്ന് ഇടിക്കുന്നുണ്ടോ, ഇത് നേരെ ഇതിൻ്റെ ഹബ്ബിലോട്ടാണ്, ഈ പറയുന്ന റണ്ണർ ഹബ്ബ് വിത്ത് റണ്ണർ ബ്ലേഡ്സിലോട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് പ്യൂർലി ആക്സിയൽ എന്ന് പറയാൻ കാരണം മറ്റേതുപോലെ തന്നെ ഗൈഡ് വെൻസിൽ കൂടെ റേഡിയൽ വന്നാൽ കയറുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, മറ്റേതെന്ന് വെച്ചാൽ നേരെ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ റണ്ണർ ബ്ലേഡ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഷാഫ്റ്റ് കുറച്ചിങ്ങനെ ഇറക്കി വെച്ചേക്കുന്നത്. അപ്പം നേരെ വന്നിട്ട് ഈ റേഡിയൽ ഫ്ലോ ഇങ്ങനെ റേഡിയർഷിപ്പ് പോലെ തന്നെ വന്നിട്ട് നേരെ വന്നിട്ട് അത് ആക്സിഡാർഷിപ്പ് പോകുമ്പോഴാണ് ആ ഒരു ഇടിവ് അവിടെ കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് യൂഷ്വലി നമ്മൾ ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്. മറ്റേതുപോലെ തന്നെയാണ് ഏകദേശം വർക്കിംഗ് ഒക്കെ, പക്ഷേ ഇത്
കറക്റ്റ് നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയേണ്ടത്? ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ആക്സിയൽ ഫ്ലോ ടർബൈൻ. കാരണം ഈ ആക്സിയൽ ഫ്ലോ ആക്ഷന് ഫലമായിട്ടാണ് എക്സാക്ട്ലി ഇവിടെ എന്ത് നടക്കുന്നത്, ആ ഒരു ഷാഫ്റ്റ് റൊട്ടേഷൻ നടക്കുന്നത്. വിത്ത് ആദ്യം വന്ന് വെള്ളം വന്ന് ഫോഴ്സ്ഫുള്ളി ആക്ച്വലി ഫ്ലോ ചെയ്തതോടൊപ്പം തന്നെ ഈ റണ്ണറിൽ ഇടിക്കുകയും സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ റണ്ണർ ബ്ലേഡ്സിൽ ഇടിക്കുമ്പോൾ അതിന് അനുവാദിക്കും എന്തെയും ബ്ലേഡ്സ് കറങ്ങി റൊട്ടേഷൻ വിധേയമാവുകയും ബ്ലേഡ്സ് വിത്ത് ഹബ്ബ് റൊട്ടേഷൻ വിധേയമാവുകയും അപ്പോൾ ഷാഫ്റ്റ് കറങ്ങി പോർജൻസ് നടക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ശരിക്കും ബ്ലേഡ്സ് ഒക്കെ ശരിക്കും ഇങ്ങനെ കർവ്ഡാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചിരിക്കുന്നതുകൊണ്ട് ശരിക്കും ഈ ബ്ലേഡ്സ് ഒക്കെ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടോ, ഇങ്ങനെ കർവ്ഡ് ഫോമില്ല. ഒരു പേപ്പർ എടുത്ത് കണ്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ നമ്മളിങ്ങനെ തിരിക്കത്തില്ലേ ഈ ഒരു ഫോമിൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ പിരിക്കത്തില്ല. ആ ഒരു ഫോമിലാണ് ബ്ലേഡ്സ് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചത്. ഞാൻ ഫിഗർ വരച്ച് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ബ്ലേഡ്സ് ഇങ്ങനെ വരച്ചേക്കുന്നതേ ഉള്ളൂ. ബേസിക്കലി അതെന്താണ്, കർവ്ഡ് ഫോമിലുള്ള ബ്ലേഡ്സ് ആണ്. അപ്പോൾ അതിനിടയിലാണ് വെള്ളം ഇടിച്ച് തെറിച്ച് താഴോട്ട് വന്നിട്ട് പിന്നെ നേരെ ഡ്രാഫ്റ്റ് ട്യൂബ് വഴി ആ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതേ എഫിഷ്യൻസി ലോസ് ഒന്നും വരാൻ നേരെ വന്നിട്ട് ടെയിലറേഴ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് യൂഷ്വലി കപ്ലാൻ ടർബൈൻ്റെ വർക്കിങ്. അപ്പോൾ മറ്റേതിനെ അപേക്ഷിച്ച് പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിനൊരു ഹബ്ബ് ഉണ്ട് വിത്ത് റണ്ണർ ബ്ലേഡ്സ്. അതാണ് ഫ്രാൻസിസിനെയും കമ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ ഈ പറയുന്ന ഇമ്പൾസ് ടർബൈനെയും കമ്പയർ ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. ഒരു ഹബ്ബ് വിത്ത് റണ്ണർ ബ്ലേഡ്സ് അറ്റാച്ച്മെൻറ്റാണ് ഇതിലുള്ളത്, ഈ പറയുന്ന നമ്മൾ പറയുന്ന കപ്ലാൻ ടർബൈൻ ഉള്ളത്. ബാക്കി സ്ക്രോൾ കേസിങ്ങും ഗൈഡ് വെയിൻസും ഒക്കെ നിയർലി മറ്റേതുപോലെ സെയിം ആണ്. ഡ്രാഫ്റ്റ് ട്യൂബ് പിന്നെ റിയാക്ഷൻ ടർബൈൻ ഡ്രാഫ്റ്റ് ട്യൂബ് കമ്പൽസറി ആണ്. ഓക്കെ, ഇമ്പൾസ് ടർബൈന് മാത്രമേ ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ലാത്ത. റിയാക്ഷൻ ടർബൈൻ എന്താണ്, ഡ്രാഫ്റ്റ് ട്യൂബ് കമ്പൽസറി ആണ്. അപ്പോൾ ആ ഡ്രാഫ്റ്റ് ട്യൂബ് അറേഞ്ച്മെൻറ്റും കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ റിയാക്ഷൻ ടർബൈൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഏത് റിയാക്ഷൻ ടർബൈൻ എടുത്താലും നമുക്ക് ഇത് രണ്ട് ടർബൈനും പറയുമ്പോഴും നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബ് കമ്പൽസറി നമ്മൾ പറയാറുണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ചാൽ ഈ കപ്ലാൻ ടർബൈനിൽ വരുന്നത് വെച്ചാൽ ആക്സിയൽ ഫ്ലോ ടർബൈനാണ്. പിന്നെ പ്രത്യേകം വെച്ചാൽ ലോ ഹെഡാണ്. വളരെ ശ്രദ്ധിക്കുക, ഹെഡ് എന്താണ്, ലോ ഹെഡാണ്. അപ്പോൾ ഹെഡ് ലോ ആയതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ ക്വാണ്ടിറ്റി വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, പെൽട്ടൺ ടർബൈൻ ഹൈ ഹെഡ് ടർബൈൻ ആയിരുന്നു. അപ്പോൾ ചിന്തിക്കുക കെപ്ലാൻ വരുമ്പോൾ അതെന്താണ്, ലോ ഹെഡ് ടർബൈൻ. അപ്പോൾ ഓപ്ഷനിലൊക്കെ വരാം ലോ ഹെഡ് ഏതാ ഹൈ ഹെഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ടർബൈൻ്റെ എക്സാമ്പിൾ വെച്ച് സഹിതം എക്സാമിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ബേസിക് കോൺസെപ്റ്റാണ് അതൊക്കെ വരിക. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ അത്യാവശ്യം ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഭയങ്കര ഡെപ്തുള്ള ലെവലൊന്നും ചോദിക്കില്ല, എന്നാലും ഈ ഒരു കമ്പാരിസണും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ലോ ഹെഡ് ടർബൈൻ വിത്ത് ആക്സിയൽ ഫ്ലോ ആണ് കെപ്ലാൻ ടർബൈൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ ഈ ഹബ്ബ് റണ്ണർ ഇത്തരം കാര്യങ്ങളാണ് എക്സ്ട്രാ പുതുതായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു പ്രൊപ്പർ ടൈപ്പ് ടർബൈനാണ്. പ്രൊപ്പർ ടൈപ്പ് ടർബൈനാണെന്ന് പറഞ്ഞാൽ കൂടി കെപ്ലാൻ എക്സാക്ട്ലി പ്രൊപ്പല്ലറാണെന്ന് പറയാൻ ഒരു വേരിയേഷൻ എന്താ വരുന്നതെന്ന് വെച്ചാൽ പ്രൊപ്പർ ടൈപ്പ് റണ്ണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ബ്ലേഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ പറയുന്നത്. ബ്ലേഡ്സ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ബ്ലേഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു രീതിയിലുള്ള കമ്പാരിസണൊക്കെ നമ്മൾ പ്രോപ്പർലി കപ്ലാനൊക്കെ വരുമ്പോൾ ബ്ലേഡ് അറേഞ്ച്മെൻറ്റ് വെച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് ഒരു വേരിയേഷൻ ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ബ്ലേഡ് ഫിക്സ് ആയിട്ടുള്ളത്, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലേഡ്സിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബ്ലേഡ്സ് വരും. ഏതിലാ റണ്ണർ അറ്റാച്ച് ചെയ്യുന്ന ബ്ലേഡ്സിന് അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റത്തില്ല. ആ ഒരു വേരിയേഷൻ വെച്ചിട്ടാണ് ചിലപ്പോൾ നമ്മൾ പ്രൊപ്പല്ലർ അല്ലെങ്കിൽ കപ്ലാൻ എന്നുള്ള വേരിയേഷൻ അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊപ്പർ ടൈപ്പ് ടർബൈനിന്ന് ജനറലി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്ലേഡ് അറേഞ്ച്മെൻറ്റിലുള്ള വേരിയേഷൻ അത് ഫിക്സ്ഡ് ആണോ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റബിൾ ആണെന്നുള്ള കാര്യം വെച്ചിട്ടുള്ളതാണ് ആ ഒരു വേരിയേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ഫിഗറും ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു അത്യാവശ്യം ഐഡിയ എന്തിനെ കിട്ടും, ഈ പറയുന്ന കെപ്ലാൻ ടർബൈനെ പറ്റി നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയപ്പോൾ നമ്മുടെ ടർബൈൻ്റെ ജനറൽ വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് എക്സാക്ട്ലി എന്ന് വെച്ചാൽ കുറച്ചും കൂടി അഡ്വാൻസ് മീൻസ് എന്താണ്, നമ്മൾ ഈ ടർബൈനിൽ നിന്ന് എക്സാമിന് ഇതിൽ നിന്ന് ചോദിക്കാം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും യൂഷ്വലി ചോദിക്കുന്ന കുറച്ച് ടൈപ്സ് ആണ്. നിങ്ങൾക്കറിയാം സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ. ഓക്കെ, സ്പെസിഫിക് സ്പീഡ്, അതിന് യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്പെസിഫിക് സ്പീഡൊക്കെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ഈസ് ഗിവൺ ആസ് NS = 4 ഓപ്ഷൻ തരും. അപ്പോൾ ഓപ്ഷനിൽ ഇക്വേഷൻ ആയിരിക്കും അവർ യൂഷ്വലി തരുക. ഇക്വേഷനിൽ ഈ ഓരോ ക്വാണ്ടിറ്റീസിൽ പവറിൻ്റെയൊക്കെ സിമ്പിൾ അല്ലെങ്കിൽ പവറിൻ്റെയൊക്കെ അതിലോരോ ക്വാണ്ടിറ്റീസാണ്, പ്രഷർ അല്ല പവർ ഹെഡൊക്കെ, അതിലെ പവറൊക്കെ വേരി ചെയ്യിപ്പിച്ച് അവർ ഓപ്ഷനിൽ ആൻസറായിട്ട് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് എടുത്ത് എഴുതണം. കറക്റ്റ് MCQ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ നിന്ന് പലപ്പോഴും ഈ പമ്പിൻ്റെ കേസിലാണെങ്കിലും എന്ത് ചോദിച്ചിട്ടുണ്ട്, സ്പെസിഫിക് സ്പീഡിൻ്റെ അത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ടർബൈൻ്റെ കേസിലും അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കമ്പൽസറി എന്താണ്, പഠിക്കേണ്ട കാര്യം ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി അതിലേക്ക് പോവാം. ടർബൈൻ്റെ പിന്നെ ഇതിന് ക്യാവിറ്റേഷൻ ഉണ്ട്, അങ്ങനത്തെ പിന്നെ ഗവേണിംഗ് ഓഫ് ടർബൈൻസ്, ഇത്രയാണ് സിലബസിൽ മെയിനായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഉള്ളത്
പമ്പ്, ഇതുപോലെ 2 പമ്പിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് 2 ടൈപ്പ് ഉള്ളതുള്ളൂ. സെൻട്രിഫ്യൂഗൽ പമ്പും ഉണ്ട്, റെസിപ്രോക്കൽ പമ്പും ഉണ്ട്. അതിൻ്റെ ഇതുപോലെ എഫിഷ്യൻസിയും മറ്റു കാര്യങ്ങളും വർക്കിങ്ങും കുറച്ച് ടൈംസും അതിലും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മുടെ ടർബൈൻ്റെ ജനറൽ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്തായി കംപ്ലീറ്റ് ആയി. ഓക്കെ.